ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളും അതൊക്കെ നേടിയെടുക്കുന്നത് എങ്ങനെയാണെന്നും അത് ഏത് രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടാറുള്ളത് അല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോഴേ നമ്മൾ വഴി മറ്റൊരു കുടുംബത്തിന് ഒരു ഉപകാരം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തലപാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് ഇവിടെ. തലപാത്ത് എന്ന് പറഞ്ഞാൽ ഫുഡ് ഡെലിവറി ആയിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവർക്ക് തലപാത്തിൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ജോലി കിട്ടാൻ കഴിയും, അല്ലെങ്കിൽ അതിന് എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ അവനോട് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ വഴിയായിട്ട് അവൻ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിസിറ്റ് വിസ എടുത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്നതിനുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം രൂപ ചിലവുണ്ടെന്നൊക്കെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ചെറിയ രീതിയിൽ ഞാൻ പറയാം. നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ദിർഹംസ് നമ്മൾ കാണിക്കണം. അപ്പോൾ ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വിസയും കിട്ടും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലിയും കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഈ തലപാത്ത് എന്ന് പറഞ്ഞ സ്ഥാപനം മറ്റൊരുപാട് സ്ഥാപനങ്ങളിൽ നിന്ന് കോൺട്രാക്ട് ബേസിലാണ് ജോലിക്കാരെ എടുക്കുന്നത്. അതായത് മറ്റൊരു സ്ഥാപനത്തിലായിരിക്കും നമ്മുടെ വിസ, പക്ഷേ ആ സ്ഥാപനവും തലപാത്ത് എന്ന് പറഞ്ഞ സ്ഥാപനമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കും. ഇപ്പം എൻ്റെ സുഹൃത്തൊക്കെ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അവന് ഒരു മാസം എന്ന് പറയുന്നത് ഇന്ത്യൻ മണി ഏകദേശം 1.5 ലക്ഷം രൂപയുടെ അടുത്ത് അവന് മാസ ശമ്പളമുണ്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇല്ല, അതൊക്കെ സ്വന്തമായിട്ടാണ് അവർ കണ്ടെത്തുന്നത്. അതായത് ബെഡ് സ്പേസുകൾക്ക് ഇവിടെ വലിയ പൈസ ഉണ്ടാകാറില്ല. ചെറിയൊരു മെസ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, ഒരു 1000 ദിർഹംസിൽ നമുക്ക് നമ്മുടെ എല്ലാം ഇവിടെ കഴിഞ്ഞ് നമുക്കൊരു 5000 ദിർഹംസ് ഒക്കെ ബാക്കി വെക്കാൻ പറ്റും. അവനോട് എല്ലാ മാസവും അങ്ങനെ അവൻ 5000 വെക്കാറുണ്ട്. നമ്മൾ പോലും എത്ര ശ്രമിച്ചാൽ പോലും നമ്മുടെ കയ്യിൽ പോലും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിട്ട് നമുക്കൊന്നും 5000 രൂപ നമ്മുടെ കയ്യിൽ വരണേ 2 മാസം ശമ്പളം കൂടുമ്പോഴേ വരുള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞത്, നമുക്കിവിടെ ഒത്തിരി ജോലി സാധ്യതകളുണ്ട്, പക്ഷെ നമ്മളത് സെലക്ട് ചെയ്യേണ്ട രീതികളാണ്. പക്ഷേ ഇതിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പൈസ മുടക്കേണ്ടതായിട്ട് വരും. എനിക്കല്ല പൈസ തരേണ്ടത്. നിങ്ങൾ വിസിറ്റ് എടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവനോട് ഒന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അവൻ്റെ കമ്പനിയുമായിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ എനിക്ക് 2-3 ദിവസത്തിനുള്ളിൽ പറഞ്ഞു തരും. അപ്പോൾ അത് ഏജൻറ്റുകളല്ല, അതൊരു സ്ഥാപനങ്ങളാണ്, ഓരോ സ്ഥാപനങ്ങളാണ്. അവൻ്റെ സ്ഥാപനത്തിൽ തന്നെ 6000 പേരുണ്ട്. അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങളുമായിട്ടുള്ള എഗ്രിമെൻറ്റ് വഴിയാണ് തലപാത്തിൻ്റെ ജോലിക്കാരായിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള സ്ഥാപനങ്ങൾ അതേപോലത്തെ സ്ഥാപനമാണ് ഈ തലപാത്ത് എന്ന് പറയുന്നത്. 30,000 ആളുകളെക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണത്. അപ്പോൾ ഒത്തിരി നമ്മൾ എത്രത്തോളം ഓർഡർ നമുക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ, എത്രത്തോളം നമുക്ക് ടൈം വർക്ക് ചെയ്യാൻ പറ്റുമോ, അതിനനുസരിച്ച് നമുക്ക് കമ്മീഷൻ ബേസ്ഡാണ് ഇവിടെ സാലറി വരുന്നത്. കൃത്യമായിട്ട് അവർ ഇത്രയും നാൾ ഏകദേശം വർഷങ്ങളായി, കൊറോണയ്ക്ക് ശേഷമാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഈ രീതിയിൽ ഫുഡ് ഓർഡർ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് അവിടെ ഒത്തിരി ജോലി സാധ്യതകളാണ് ഉള്ളത്. അതുകൊണ്ട് ഒത്തിരി ഡെലിവറിക്കാരും ഉണ്ട്. എവിടെ തിരിഞ്ഞാലും ഒരു തലപാത്തുകാരനോ അല്ലെങ്കിൽ ഒരു നൂണുകാരനോ അല്ലെങ്കിൽ ഒരു ഡെലിബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഡെലിബ്രോക്കാരനോ, അങ്ങനെയൊക്കെ എല്ലാ രീതിയിലുമുള്ള ഒരുപാട് ഇതേപോലെ പേരുള്ള ഒരുപാട് ഇതുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് തലപാത്തുകാരാണ്. കാരണം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് തലപാത്തിലാണ്, ഏറ്റവും കൂടുതൽ ഓർഡർ ആൾക്കാർ കൊടുക്കുന്നത് തലപാത്തിലാണ്. അപ്പോൾ അതിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വിസിറ്റിംഗ് വിസ എടുത്ത് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ 4000 രൂപയിൽ 3000 രൂപയാണ് ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ. ലൈസൻസും ഇല്ല, നമുക്ക് മറ്റ് ദുബായിയെക്കുറിച്ച് പരിചയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. ലൈസൻസ് ഉള്ളവർക്കാണെങ്കിൽ ഇന്ന് അവൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക്, ലൈസൻസ് ഉള്ള ഒരാൾക്ക്, അവൻ വർക്ക് ചെയ്യുന്ന അവൻ്റെ വിസ അടിച്ചിട്ടുള്ള സ്ഥാപനത്തിൽ അയാൾക്ക് ചിലവായത് വെറും 2500 ദിർഹംസാണ്. വെറും 2500 ദിർഹംസിന് അവനവിടെ ജോലിയും കിട്ടി, അവിടുത്തെ വിസയും കിട്ടി. പക്ഷേ നമ്മൾ ഒരു വിസ എടുക്കണം, അതേപോലെ തന്നെ നമുക്ക് ലൈസൻസ് കൊടുക്കണം. ആദ്യം നമ്മൾ 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി വിസ നൽകുകയും കമ്പനി സ്വന്തമായിട്ട് നമുക്ക് ലൈസൻസ് എടുത്തു തരാനൊക്കെ സഹായിക്കും. പക്ഷേ അതിനുശേഷം നമുക്ക് ലൈസൻസിൻ്റെ എമൗണ്ടും ബാക്കിയുള്ള എമൗണ്ടും വിസയുടെ പൈസയും കൊടുക്കണം. വിസേൻ്റെ പൈസ എന്ന് പറയുന്നത് എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം 10,000 ദിർഹംസ് വരും. അത് നമുക്ക് സാലറി നിന്നാണ് നമുക്ക് കൊടുക്കേണ്ടത്. നിങ്ങൾ എന്ന് മുതൽ ജോലിക്ക് കയറുന്നോ അന്ന് മുതൽ നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ 5000 ദിർഹംസ് നിങ്ങൾക്ക് ശമ്പളം എങ്ങനെ ചുരുങ്ങിയാലും മേടിക്കാം. 6000 വേണ്ട, ഒരു 1000 ദിർഹംസ് കുറച്ച്, ഇനി അതും കുറച്ചൊരു 4000 ദിർഹംസ് ആണെങ്കിലും 3 മാസം ശമ്പളം പോലും വേണ്ട. നിങ്ങൾ 1000 ദിർഹംസ് വെച്ചിട്ട് ഇവർ മന്ത്ലി കട്ട് ചെയ്താലും നിങ്ങൾക്ക് 3000 ദിർഹംസ് ഉണ്ടാവും. 3000 ദിർഹംസിനെ 23.50 കൊണ്ട് ഇൻഡു ചെയ്തിട്ട് നിങ്ങളൊന്ന് കൂട്ടി നോക്ക് എത്ര രൂപ നാട്ടിലുണ്ടാവും എന്നുള്ളത്. അത്രയും നിങ്ങൾക്ക് ശമ്പളം ഉണ്ടാവും.
അപ്പോൾ നിങ്ങളതിന് മാക്സിമം നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ള ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഏജന്റുമാരുടെ അടുത്തൊക്കെ പോയിട്ട് തട്ടിപ്പിന് ഇരയാവുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലൊരു വഴിയാണിത്. ബൈക്ക് ഓടിക്കാൻ അറിയാവുന്നവർക്കൊക്കെ ജോലി കിട്ടും. അപ്പോൾ 30,000 പേർക്കൊക്കെ ജോലി ഒറ്റയടിക്ക് കൊടുക്കുന്ന സ്ഥാപനത്തിൽ അവിടെ ഇനിയും നമുക്ക് എത്ര വേണമെങ്കിലും വേക്കൻസി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാരണം ഇവിടെ ദുബായിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൽ ഇവിടെ തന്നെ 20,000 ആളുകൾ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്, തലബാത്തിൻ്റെ. ബാക്കി 10,000 മാത്രമേ UAE മറ്റ് ഭാഗങ്ങളിലുള്ളൂ. അപ്പോൾ ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മൾ തലബാത്തുമായിട്ട് ടേംസ് ഉള്ള കമ്പനിയിൽ പോയിട്ട് നമ്മൾ വിസ എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഏത് കമ്പനിയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ അവരുമായിട്ട് നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇവിടുന്ന് ജോലി നോക്കുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങൾ വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിന് നിങ്ങൾക്ക് ഒരു ജോലി അവിടെ നേടിക്കഴിഞ്ഞാൽ UAE ലൈസൻസിന് ലൈഫ് ടൈം വാലിഡിറ്റിയാണ്. അതായത് അത്രയും വാല്യൂ ആണ് ഇവിടുത്തെ UAE ലൈസൻസിന്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുവാണ് ഞാൻ ഇത്ര നാളും തലബാത്തിൽ വർക്ക് ചെയ്തു, എനിക്ക് വേറൊരു ജോലിക്ക് ശ്രമിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വളരെ ഈസിയാണ് UAE ലൈസൻസ് ഉണ്ടെങ്കിൽ. അത് നിങ്ങൾ ആദ്യം ബൈക്കിൻ്റെ എടുത്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയി കഴിഞ്ഞിട്ട് കാറിൻ്റെ ലൈസൻസ് കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചിലപ്പോൾ നിങ്ങൾ ഈ ഡെലിവറിക്ക് നിൽക്കേണ്ട ആളായിരിക്കില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ഇവിടുന്ന് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാറിൻ്റെ ലൈസൻസ് കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു മാനേജറായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മാനേജർ പോസ്റ്റിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ജോലി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു AC മെക്കാനിക്കാണ് നാട്ടിൽ, പക്ഷേ ഇവിടുത്തെ എക്സ്പീരിയൻസിൽ അതൊന്നും കിട്ടില്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തിന് നിങ്ങൾ ഏജൻസിക്ക് കൊടുക്കുന്ന പൈസ, അതായത് എങ്ങനെ 30,000 1,30,000 രൂപ നമ്മളെ കയ്യിലെടുക്കാനുണ്ടെങ്കിൽ ഒരു മാസത്തെ വിസിറ്റ് വിസ അല്ലെങ്കിൽ 2 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്ത് വരിക, ഒരു ടിക്കറ്റും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,30,000 രൂപ വേണ്ട, അതായത് 3,000 ദിർഹംസ് കൂടെ കൊടുത്താൽ മതി. അത്രയും പൈസ ഒന്നും വേണ്ട ഇവിടെ വന്നിട്ട്. നിങ്ങൾക്ക് ലൈസൻസോട് കൂടിയിട്ടുള്ള ജോലി, അതും കമ്പനി നിങ്ങൾ എടുക്കുന്ന ജോലിയിൽ നിന്ന് ശമ്പളം പിടിച്ചിട്ട് നിങ്ങൾക്ക് ലൈസൻസിൻ്റെയും വിസേൻ്റെ പൈസ കട്ട് ചെയ്യുള്ളൂ. പിന്നെ ഞാനിത് പ്രൊമോട്ട് ചെയ്യാത്തത് നമ്മളേറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചതിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് അത്രയും ജെന്യുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മുടെ ഇതിനകത്ത് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലൊക്കെ വണ്ടി ഓടിച്ചിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് കുറച്ച് പ്രായമുള്ളവർക്കാണെങ്കിലും ഇവിടെ വന്നിട്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെയെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് തരാനല്ല പറയുന്നത്, ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറുകളും അവരുടെ കമ്പനി ഏതാണെന്നുള്ളതും കറക്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യാം നിങ്ങളെ ഞാൻ അറിയിക്കാം. അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിനകത്ത് എനിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഇല്ല. കാരണം എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മാക്സിമം എല്ലാവരെയും സഹായിക്കണം എന്നുള്ള രീതിയിലുള്ള മനസ്സുള്ള ഒരാളാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കും. ഒരാളുടെ പോലും കണ്ണീരിൻ്റെ വില എനിക്ക് വേണ്ട. കാരണം അങ്ങനെ മേടിക്കുന്നത് എൻ്റെ അടുത്ത് നിന്ന് എത്ര പോയാലും കുഴപ്പമില്ല. നമ്മൾ ഒരാളുടെ അടുത്ത് നിന്നും അങ്ങനെ പിടിച്ച് മേടിക്കുന്ന സ്വഭാവം എനിക്കില്ല. നമ്മുടെ നിന്ന് നഷ്ടപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഒരാളാണ് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല. എനിക്കൊരാളുടെയും കണ്ണുനീരിൻ്റെ വില അത് കണ്ണുനീരുള്ള അല്ലെങ്കിൽ ഒരാളുടെ ഒരു എന്താ പറയുക വിയർപ്പുള്ള അത്രയ്ക്കും എന്താ പറയുക വിയർപ്പിൻ്റെ വില അറിഞ്ഞ കാശൊന്നും നമ്മൾക്ക് വേണ്ട. അതായത് അങ്ങനെ അത് മേടിച്ചിട്ട് നമ്മളൊന്നും ഒരിക്കലും നേടൂല. അത് മനസ്സിലാക്കണം. തന്നെ നമുക്കൊന്നും വേണ്ട, നല്ല രീതിയിൽ നമുക്ക് ജീവിച്ചു പോകാൻ വേണ്ടി ദൈവം ആരോഗ്യം ആയുസ്സും മാത്രം തന്നാൽ മതി. കാരണം ഞാൻ ഈ പറയുന്നത് എനിക്ക് വരുന്ന കമൻസുകളിൽ എങ്ങനെയെങ്കിലും ഒരു ജോലി തരാമോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കി തരാമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊക്കെ വിഷമമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വഴികൾ ഞാൻ അവനോട് ചോദിച്ചു നോക്കിയത്. അതായത് ആർക്കെങ്കിലുമൊക്കെ വന്നിട്ട് ജെനുവിനായിട്ട്, ഏജൻസിമാരല്ലല്ലോ, നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ഇവിടെ പരിചയത്തിലുള്ള ആരുടെയിലൊക്കെ റൂമിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേ സ്ഥാപനം തന്നെ എനിക്ക് തോന്നുന്നു ലൈസൻസ് എടുത്ത് കൊടുക്കുന്നത് വരെ അവർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് അവൻ ചോദിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമാണ്. കാരണം നിങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയത് 1 മാസത്തേക്ക്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈസൻസ് എടുത്ത് കഴിഞ്ഞിട്ട് 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വിസ കിട്ടും. ID കാർഡ് എമിറേറ്റ്സ് ID നിങ്ങളുടെ കയ്യിൽ കിട്ടും. 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ നിങ്ങൾക്ക് എമിറേറ്റ്സ് ID എടുത്ത് തരുമെന്ന് പറഞ്ഞത്. പിന്നെ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് എമിറേറ്റ്സ് ID കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം ലൈസൻസിൻ്റെ. അതൊക്കെ ആ സ്ഥാപനം തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തരും. ഇത്രത്തോളം ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഇതിലെ ഓർഡർ കൊണ്ടേ കൊടുത്ത് ഓടി നടന്ന് പൈസ ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട്? അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കഴിയും. നിങ്ങൾക്ക് സ്ഥലം അറിയത്തില്ലായിരിക്കാം, ഇവിടുത്തെ ഭാഷ അറിയത്തില്ലായിരിക്കാം, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇത്ര നമ്പർ ഫ്ലാറ്റിൽ, ഇത്ര നമ്പർ റൂമിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റ് പൈസ തരും. അല്ലെങ്കിൽ പൈസ ചിലതൊക്കെ ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സാധനം കൊണ്ടുപോയി കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാസം അതേ നിങ്ങളുടെ കമ്പനി ഏതാണോ ആ കമ്പനി നിങ്ങൾക്ക് ഇട്ട് തരും.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, എവിടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോണിനകത്ത് ഗൂഗിൾ മാപ്പ് അങ്ങ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കറക്റ്റ്, അതായത് കസ്റ്റമർ കറക്റ്റായിട്ട് ലൊക്കേഷൻ അടക്കമാണ് നമുക്ക് തരിക. അപ്പോൾ ആ ലൊക്കേഷൻ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് സാധനം കൊണ്ടുപോയി കൊടുത്ത്, ഫുഡാണെങ്കിൽ ഫുഡ്, അല്ലെങ്കിൽ എന്താണെങ്കിലും അത് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടുന്ന് സുഖമായിട്ട് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്ക് അടുത്ത ലൊക്കേഷൻ അപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടാവും. ആ ലൊക്കാലിറ്റി തന്നെ ഉള്ളത്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഇവിടുന്ന് 10 കിലോമീറ്റർ ദൂരെ ആവില്ല, ഇതിനോട് അനുബന്ധിച്ച സ്ഥലത്ത് തന്നെ ആയിരിക്കും അടുത്തൊരു ഓർഡർ വരിക. അങ്ങനെയൊക്കെ തന്നെയാണ് അവൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് താനും. കാരണം നമുക്കൊക്കെ ഇവിടെ അറിവുള്ളതാണ്. ഒരുപാട് നാളായിട്ട് കാണുന്ന ഒരു കമ്പനി, ഒരു സ്ഥാപനമാണ് തലബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇതിനകത്ത് ഞാൻ എടുത്തെടുത്ത് പറയുന്നതാണ്. പിന്നെ അതിന് മുന്നേ പറയാൻ ഒരു കാര്യം കൂടി വിട്ടുപോയി. നമ്മുടെ ചാനലല്ലാണ്ട് മറ്റേത് ചാനലാണെങ്കിലും നിങ്ങൾ പോയി കണ്ടിട്ട് ഇതേപോലെ ജോബ് വേക്കൻസികൾ ഫ്രീ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊക്കെ അപ്ലൈ ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതാരും മറക്കരുത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയൊക്കെ ജോലി ഇല്ലാത്ത ആളുകൾക്ക് ജോലി കിട്ടി അവർ സന്തോഷിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മളറിയാം, ചിലപ്പോൾ നമ്മൾ അറിയാണ്ടിരിക്കാം, ചിലപ്പോൾ നമ്മൾ അറിയിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ അറിയിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ നമുക്കും കൂടി പങ്കുചേരാൻ പറ്റുമോ, അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. മറ്റേത് ചാനലിലാണെങ്കിലും പോയി കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഒത്തിരി ആളുകൾ എന്നോട് നമ്പർ ചോദിക്കാറുണ്ട്. പക്ഷേ നമ്പർ ഞാൻ തരാറുണ്ട്, പക്ഷേ എനിക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല. കാരണം 12 മണിക്കൂറുള്ള ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്ത് ഞാൻ ഈ കമൻസിന്, ആദ്യം തന്നെ നമ്മൾ യൂട്യൂബ് കമൻസിനാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ഒത്തിരി ആളുകൾ അവിടെയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. പിന്നെ ആരും വാട്സപ്പിലൊന്നും കോൾ ചെയ്യാണ്ടിരിക്കുക മാക്സിമം. കാരണം ഉറക്കം വളരെ കുറവാണ്. അതേപോലെ തന്നെ ഡ്യൂട്ടി സമയത്ത് ഫോണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാനതൊക്കെ സ്നേഹം കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഞാനും ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ. കാരണം നമ്മളൊരു ജോലി ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കമ്പനി, എൻ്റെ സ്ഥാപനത്തിന് അറിയേണ്ട കാര്യമില്ല ഞാനിങ്ങനെ ആളുകളെ സഹായിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ടെന്നോ അല്ലെങ്കിൽ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നോ അത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് അറിയേണ്ട കാര്യമില്ല. കാരണം അവരെ സംബന്ധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു സ്ഥാപനം ഇട്ടാലും എൻ്റെ സ്ഥാപനത്തിലൊരു ജോലിക്കാരൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് വന്നിട്ട് ഫോൺ വിളിച്ചിരിക്കുന്നൊന്നും അവിടെ ആരും അംഗീകരിച്ച് തരുമൊന്നുമില്ല. ഞാനടക്കമാണല്ലോ അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ആർക്കും ഒരു വിഷമവും തോന്നരുത്. ഇന്നൊക്കെ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്. കുറേ എണ്ണത്തിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റി, കുറേ എണ്ണത്തിനൊന്നും പറ്റിയിട്ടില്ല. കൂടുതൽ ഞാൻ കമൻറ്റ് ബോക്സ് വഴി തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഉള്ള സമയം കണക്കിലെടുത്ത് മറുപടി ഞാൻ തീർച്ചയായിട്ടും അറിയിച്ചിരിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും സംശയങ്ങൾക്ക് ജെന്യുവിനായിട്ടുള്ള ഉത്തരം തന്നെയാണ് ഞാൻ തരാറുള്ളത്. കാരണം ഓരോ സംശയങ്ങളും ഓരോ ജീവിതവും അതേപോലെ തന്നെ ഓരോ കുടുംബത്തിലെ എല്ലാവരുടെയും ഒരു പ്രത്യാശ കൂടിയാണെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ജോലി വേക്കൻസികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ആശംസകളും. നമുക്ക് ഇതേപോലെ ഒരുമിച്ച് നമുക്ക് ഒത്തിരി മുന്നേറാം. എനിക്ക് ഇതേപോലെ ജോബ് വേക്കൻസികൾ ഇട്ട് തരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. കാരണം അവരും കൂടി ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ എല്ലാവരെയും സുതാര്യമായ രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, വീണ്ടും കാണാം.